Salvation. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹനീയമായ സദസ്സിൽ ഒത്തൊരുമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനം, ആദർശ വ്യതിരിക്തത എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലോകത്ത് ഒരുപാട് സംഘങ്ങളും സംഘടനകളുമൊക്കെയുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിൽ സംഘടനകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ലാത്ത നാടാണ്. 3 ആള് കൂടിയാൽ ഒരു സംഘടന, അതിനൊരു പ്രസിഡന്റ്, അതിനൊരു സെക്രട്ടറി. കുറച്ചു കഴിഞ്ഞാലോ ആളില്ലെങ്കിലും വാഗ്ദാനങ്ങൾക്കും അവകാശവാദങ്ങൾക്കും പഞ്ഞമില്ലാത്ത രൂപത്തിൽ തന്റെ പേരിനോടൊപ്പവും സംഘടനയോടൊപ്പവും ആൾ കേരള എന്നും ആൾ ഇന്ത്യ എന്നും ഒക്കെ എഴുതി ചേർത്ത് നമ്മൾ ഇമ്മിണി വലിയ സംഘടനയുടെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും
പലരും നടത്താറുണ്ട്. അങ്ങനെ ഒരുപാട് സംഘടനകളുള്ള പ്രസ്ഥാനങ്ങളുള്ള ഒരു നാട്ടിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ ഇതര സംഘടനകളിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ള വ്യതിരിക്തത എന്താണ്? വളരെ വിശാലമായി വിശദീകരിക്കപ്പെടേണ്ട ഒരു ഭാഗമാണെങ്കിലും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വ്യതിരിക്തത പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലും അത് ഉൾക്കൊള്ളുന്നതിലുമാണ്. കാരണം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹിക ലോകത്തേക്ക് നിയോഗിച്ചത് പരീക്ഷണാർത്ഥമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നമുക്ക് സുപരിതമായ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുൽക്കിലെ 2-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ കാര്യം പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്ക് വേണ്ടി ജീവിതവും മരണവും നിശ്ചയിച്ചവനാണ് അല്ലാഹു. എന്തിനാണ് ജീവിതവും മരണവും നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ നിന്ന് നന്മ പ്രവർത്തിക്കുന്നത് ആര്, ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്നവർ ആര് എന്ന പരീക്ഷണമാണ് ഐഹിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് അവൻ പ്രവർത്തിക്കണം. അവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗവും അങ്ങനെയാണ്. അഹ്സനു അമല. അഹ്സൻ എന്ന വാക്ക് അറബി നിയമപ്രകാരം അതിന് പറയുക ഇസ്മു തഫ്ളീൽ എന്നാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും ഉന്നതമായത്, ഏറ്റവും ഉദാത്തമായത്. അതാണ് ഒരു മനുഷ്യൻ ഐഹിക ലോകത്ത് പ്രവർത്തിക്കേണ്ടത്. സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ മനസ്സിൽ സംശയമുണ്ടാകും. എന്താണ് ഈ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും അഹ്സനായത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരിക്കലും മനുഷ്യ ബുദ്ധി കൊണ്ട് കണ്ടെത്തുക സാധ്യമല്ല. അഹ്സനു അമൽ എന്ന് ഖുർആൻ പ്രയോഗിച്ച ആ കാര്യം മനുഷ്യന്റെ ചിന്ത കൊണ്ടോ യുക്തി കൊണ്ടോ കണ്ടെത്തുക സാധ്യമല്ല. മനുഷ്യന്റെ അറിവ് കൊണ്ട്, മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട്, മനുഷ്യന്റെ വിദ്യാഭ്യാസം കൊണ്ട്, അവർ നേടിയ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഈ ഏറ്റവും നല്ലത് എന്താണ് എന്ന് കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മാനവ സമൂഹത്തിന് അഹ്സനു അമൽ എന്ത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരെ നിയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും അത് അവന്റെ ഒരു സുന്നത്തായി, ഒരു നടപടിയായി അവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, ഐഹിക ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ, ഈ ലോക ജീവിതം നിങ്ങൾ നയിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബാധ്യത ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള ഹിദായത്ത് നിങ്ങൾക്ക് വന്നെത്തുന്നതായാൽ ആ ഹിദായത്തിനെ ആരാണോ പിൻപറ്റുന്നത്, ആ മാർഗത്തെ ആരാണോ പുൽകുന്നത്,
ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവന് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവൻ ക്ലേശിക്കേണ്ടതുമില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ മാർഗദർശനം അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്നതാണ്. അതിനെ പിൻപറ്റുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യത. ആ ഹിദായത്തിനെ പിൻപറ്റി ജീവിക്കുന്നവരാരോ അവരാണ് ഐഹിക ജീവിതമാകുന്ന പരീക്ഷണത്തിൽ വിജയിച്ച വിഭാഗം. എന്നാൽ നമുക്കറിയാം, ലോകത്ത് കടന്നു വന്ന സമൂഹങ്ങൾ, ആ സമൂഹങ്ങൾക്കെല്ലാം സംഭവിച്ച വ്യതിയാനം എന്തായിരുന്നു? അവർക്ക് സംഭവിച്ച പിശകെന്തായിരുന്നു? അവർക്ക് സംഭവിച്ച അപകടം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത ആദർശം പ്രവാചകന്മാർ ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കുമ്പോ ആ വിശദീകരണം സ്വീകരിക്കാൻ തയ്യാറാകാതെ ഒരു സമൂഹം മാറി നിന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. സ്വീകരിച്ചവർ തന്നെ ആ പ്രവാചകന്റെ വിയോഗാനന്തരം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ ഏതൊരു സമൂഹമായാലും ആ സമൂഹത്തിന് വന്ന അടിസ്ഥാനപരമായ വ്യതിയാനം എന്ത് എന്ന് ചോദിച്ചാൽ, സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത പ്രമാണങ്ങളിൽ നിന്ന്, തെളിവുകളിൽ നിന്ന്, സുവ്യക്തമായ രേഖകളിൽ നിന്ന് അവർ അകന്നുപോയി എന്നതാണ്. പ്രമാണങ്ങളെ അവർ നിഷേധിച്ചു എന്നതാണ്. പ്രമാണങ്ങളെ അവർ മാറ്റിവെച്ചു എന്നതാണ്. തെളിവുകളെ അവർ തള്ളിക്കളഞ്ഞു എന്നതാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും ആയത്തുകളെ ചോദ്യം ചെയ്യുകയും പ്രവാചകന്മാരുടെ വാചകങ്ങളെ അവർ വളച്ചൊടിക്കുകയും ചെയ്തു എന്നതാണ് കഴിഞ്ഞുപോയ സമൂഹത്തിന് വന്ന വ്യതിയാനത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ പിഴച്ചത് അങ്ങനെയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത നൂഹ് നബിയുടെ കാലഘട്ടത്തിനു ശേഷം പിഴച്ചുപോയത് അങ്ങനെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിനു ശേഷം പിഴച്ചുപോയത് അങ്ങനെയാണ്. പ്രമാണങ്ങളെ മാറ്റിവെച്ചുകൊണ്ടൊരു ജീവിതം ഒരു മനുഷ്യൻ നയിക്കുമ്പോ പരിപൂർണമായും അവൻ ഇസ്ലാമികമായ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്ത് എന്ന് ചോദിച്ചാൽ, പ്രമാണങ്ങളെ നിഷേധിക്കുക, മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രമാണങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്നതല്ല. അല്ലാഹുവിന്റെ ആയത്തുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയൽ മാത്രമല്ല, പ്രവാചകന്മാരുടെ ഹദീസുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയൽ മാത്രമല്ല, നേരെ മറിച്ച് നിഷേധം എന്നത്, പ്രമാണങ്ങളെ വ്യാജമാക്കുക എന്നത് 3 തരത്തിൽ സംഭവിക്കാം. അതിൽ ഒരു രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പ്രമാണങ്ങളെ മാറ്റിമറിക്കുക എന്നതാണ്. വാക്കുകളെ അതിന്റെ സ്ഥാനത്തു നിന്ന് തെറ്റിക്കുക എന്നതാണ്. യഹൂദികളായ ആളുകൾ അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളായി അവകാശപ്പെടുന്നവരാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളായ യഹൂദികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിച്ച വ്യതിയാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. എങ്ങനെയാണ് അവർ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത്? യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. അവർക്ക് വ്യതിയാനം സംഭവിക്കാനുള്ള കാരണങ്ങളിലൊന്ന് യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്കുകളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് അവർ തെറ്റിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ ആ തെളിവ് അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതിന് പകരം വാക്കുകളെ തൽസ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ടാണ് അവരത് പ്രയോഗിച്ചിരുന്നത്. വിശുദ്ധ ഖുർആൻ അതിന് ഉദാഹരണം പറഞ്ഞു തന്നു. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രദേശത്തേക്ക് പോകാൻ കൽപ്പിക്കുന്നു. ഫിർഔന്റെ കിരാതമായ വാഴ്ച നടക്കുമ്പോ ആ ഫിർഔന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമ്പോ അവരോട് അല്ലാഹു പറഞ്ഞു, ആ പ്രദേശത്ത് നിങ്ങൾ എത്തിയാൽ ഫഖൂലു ഖിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും. അവിടെ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ പറയണം ഖിത്വ. ഖിത്വ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നാദാ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ്. ആ ഖിത്ത എന്ന വാക്ക് നിങ്ങൾ പ്രയോഗിച്ചാൽ മദീ നഗ്ഫിർ ലക്കും ഖതായാകും, നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരും.
അള്ളാഹു അവർക്ക് നൽകിയ വാഗ്ദാനം അതായിരുന്നു. പക്ഷേ ആ പ്രദേശത്തേക്ക് യഹൂദികളായ ആളുകൾ ചെല്ലുമ്പോ അല്ല പറഞ്ഞ വാചകമല്ല അവര് പറഞ്ഞത്, ഖിത്വ എന്നല്ല അവര് പറഞ്ഞത്. നേരെ മറിച്ച് ഖിത്വ എന്ന് പറയാൻ പറഞ്ഞ സ്ഥാനത്ത് ആ വാക്കിനെ മാറ്റിമറിച്ചുകൊണ്ട് അവര് പറഞ്ഞു ഹിന്ദ്വ. ഹിന്ദ്വ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് എന്നർത്ഥം. ഞങ്ങൾക്ക് ഗോതമ്പ് വേണം, തിന്നാൻ വേണം എന്നാരും പറഞ്ഞത്. ഞങ്ങൾക്ക് കഴിക്കാൻ വേണം ഹിന്ദ, ഗോതമ്പ് ഗോതമ്പ്. ഹിത്വ എന്ന് പറയാൻ അല്ല പറഞ്ഞപ്പോ ഹിന്ദ്വ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കിനെ അവർ മാറ്റിമറിച്ചു. അത് പ്രമാണത്തെ നിഷേധിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു വാചകം പറഞ്ഞാൽ ആ വാചകത്തെ മാറ്റിമറിക്കാൻ ആർക്കും അവകാശമില്ല. അത് മാറ്റിമറിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കലാണത്. അതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകളെ വളച്ചൊടിക്കലാണത്. ഇതൊരു രൂപമാണ്, ഒരു രൂപമാണിത്. രണ്ടാമത്തെ രൂപമോ വാചകവും അവർ സ്വീകരിക്കൂല. അല്ലാഹ് അവരോട് പറഞ്ഞ വാചകം തന്നെ അവർ സ്വീകരിക്കൂല. മാത്രമല്ല അതോടൊപ്പം ആ ആശയവും അവർ സ്വീകരിക്കൂല. ഒരു വാചകവും സ്വീകരിക്കാതെ അതിൽ പറഞ്ഞ ആശയവും സ്വീകരിക്കാതെ പരിപൂർണമായി തള്ളിക്കളയുന്നൊരവസ്ഥയാണ് രണ്ടാമത്തെ രൂപം. അതിനും വിശുദ്ധ ഖുർആൻ യഹൂദികളെ തെളിവുദ്ധരിച്ച് പഠിപ്പിച്ചു തന്നു. ഉദാഹരണമായി ഖുർആൻ പറയുകയാണ്, ആ യഹൂദികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകം എന്താണ്? അല്ലാഹ് അവരോട് പറഞ്ഞത്, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദൂ അദ്ബാരിക്കും ഫതൻഖലിബൂ ഖാസിരീൻ. ഖുർആൻ അവരോട്, അല്ലാഹ് അവരോട് പറയുകയാണ്, യാ ഖൗമിയെ, ജനങ്ങളെ, നിങ്ങൾ ആ പരിശുദ്ധമായ പ്രദേശത്തേക്ക് പ്രവേശിച്ചുകൊള്ളൂ. നിങ്ങൾ ആ പരിശുദ്ധമായ ഫലസ്തീനിലേക്ക്, ആ നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലാ തർതദ്ദൂ അദ്ബാരിക്കും, ഒരിക്കലും നിങ്ങൾ പിന്നോക്കം പോകരുത്. നിങ്ങൾ ധൈര്യസമേതം ആ നാട്ടിലേക്ക് പോയിക്കോ. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ആ നാട് നിങ്ങൾക്ക് കീഴുതുങ്ങിത്തരും. അതുകൊണ്ട് ആ നാട്ടിലേക്ക് നിങ്ങൾ പോയിക്കോ എന്ന് യഹൂദികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ സമയത്ത് യഹൂദികളായ ആളുകൾ അല്ലാഹുവിന്റെ ആ കലിമത്ത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രമാണം സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അല്ലാഹുവിന്റെ ആയത്ത് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് ആ ആയത്ത് അവരുടെ ബുദ്ധിക്കപ്പോൾ യോജിച്ചില്ല. അവര് മൂസാ നബിയോട് പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? അങ്ങോട്ട് പോകാനാണോ പറയുന്നത്? ഒരിക്കലും അത് സാധ്യമല്ല. കാരണം അവിടെ അമാലിക്ക ഗോത്രക്കാരാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജബ്ബാരിങ്ങളാണ്, സ്വേച്ഛാധിപതികളാണ്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരിക്കലും ഞങ്ങളെ അവർ വെച്ചേക്കില്ല, ഞങ്ങളെവർ നശിപ്പിച്ചു കളയുമില്ല, ഒരിക്കലും ഞങ്ങൾ ആ നാട്ടിലേക്ക് പോകില്ല എന്നാണ് ജൂതന്മാരുടെ, യഹൂദികളുടെ മറുപടി. അല്ലാഹ് അവരോട് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി, ഒരു പ്രശ്നവുമില്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വേച്ഛാധിപതികളായ ആ ജനവിഭാഗം ന്യൂനപക്ഷമായി ഞങ്ങളെ വെറുതെ വിടുമെന്നോ? മൂസാ, നിനക്ക് വട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പേർത്തും ആവശ്യപ്പെടുകയാണല്ല, നിങ്ങൾ ധൈര്യസമേതം അങ്ങോട്ട് പോയിക്കോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങളിൽ നിന്ന് 2 പേര് പോയാൽ മതി. നിങ്ങളിൽ 2 പേരങ്ങോട്ട് പോയാൽ തന്നെ ആ നാട് നിങ്ങൾക്ക് കീഴ്പ്പെടുമെന്നുള്ള മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുമ്പോ മൂസാ നബിയോട് അവർ പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചു. എന്താണ് അവർ പറഞ്ഞത്? യാ മൂസാ ലൻ നദ്ഖുലഹാ അബദാ മാദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഏ മൂസ, അല്ലാഹ് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാന്റെ പ്രവാചകനാണെന്ന് പറയുന്ന നീ പറഞ്ഞാലും വേണ്ടില്ല, ലൻ നദ്ഖുലഹാ അബദാ മാദാമു ഫീഹാ, ആ അമാലിക ഗോത്രക്കാർ ആ നാട്ടിലുള്ള കാലത്തോളം ഞങ്ങളങ്ങോട്ട് പോണ പ്രശ്നമില്ല. ഞങ്ങളങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് വിജയം കിട്ടുമെന്നാണല്ലോ നീ പറയുന്നത്. 2 പേര് പോയാൽ തന്നെ വിജയം കിട്ടുമെന്നാണല്ലോ നീ പറയുന്നത്. അതുകൊണ്ട് 2 പേർക്ക് ഫദ്ഹബ് അൻത വറബ്ബുക വഖാതിലാ, നീയും പോയിക്കോ, പിന്നെ നിന്റെ കൂട്ടിൽ നിന്റെ റബ്ബിനെയും വിളിച്ചോ. അപ്പൊ 2 പേരായല്ലോ. 2 പേര് പോയാൽ വിജയം കിട്ടുമെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് 2 ആക്ക് 1 നീ, പിന്നെ നിന്റെ റബ്ബും, നിങ്ങൾ 2 പേരും കൂടി പോയി അങ്ങ് യുദ്ധം ചെയ്താൽ മതി, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ.
മാന്യ സഹോദരങ്ങളെ, ഇതും നിഷേധം തന്നെയാണ്. ഒരു നിഷേധത്തിന്റെ രൂപം എന്താണ്? അല്ലാഹുവിന്റെ കലിമത്തുകളെ വളച്ചൊടിക്കുക എന്നതാണെങ്കിൽ, രണ്ടാമത്തെ നിഷേധത്തിന്റെ രൂപം എന്താണെന്നറിയുമോ? അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ പ്രവാചകൻ അവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കുക, അതും പ്രമാണത്തെ നിഷേധിക്കലാണ്. മൂന്നാമത് മറ്റൊരു തരത്തിലുള്ള നിഷേധമുണ്ട്. എന്താണ് ആ നിഷേധം എന്നറിയുമോ? അല്ലാഹു പറഞ്ഞൊരു വാക്കും അവര് മാറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കലിമത്തും അവര് മാറ്റം വരുത്തൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിലും അവര് മാറ്റം വരുത്തൂല. വാക്കിനൊന്നും ഒരു മാറ്റമില്ല. അങ്ങനെ തന്നെ ഖുർആൻ അപ്പടി തന്നെ ഒരു അക്ഷരത്തിന് മാറ്റല്ല. ഹദീത്തോ, ഹദീത്ത് എല്ലാം ഉണ്ട്, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു മാറ്റവും ഒരു കൈക്രയും വരുത്തൂല. പക്ഷേ അള്ളാന്റെ ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞാൽ, ഹദീസിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ആശയത്തെ വളച്ചൊടിക്കും. അതാണ് മൂന്നാമത്തെ രൂപം. ആയത്ത് തിരുത്താനില്ല, ഹദീസ് തിരുത്താനില്ല. ഹദീസും ആയത്തൊക്കെ ഉണ്ട്, പിന്നെ അതിന്റെ ആശയം എന്തെടുക്കുക? വളച്ചൊടിക്കുക. അതിനും തെളിവുണ്ട്. ഖുർആൻ പറഞ്ഞു. അതിനും തെളിവ് അത് നിഷേധമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു. അതെ, യഹൂദികൾ തന്നെയാണ് അതിനും തെളിവ്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവരുള്ള ഒരു പ്രത്യേക സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് ആദരണീയമാക്കിയ ശനിയാഴ്ചയുണ്ടല്ലോ, ആ ശനിയാഴ്ച നിങ്ങൾ മീൻ പിടിക്കാൻ പാടുള്ളതല്ല. അവർ കടലിനോട് മല്ലടിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത്. അല്ലാഹു അവരോട് പറഞ്ഞപ്പോ അവരത് സ്വീകരിക്കുകയാണ്. ഞങ്ങളിന് ശനിയാഴ്ച മീൻ പിടിക്കൂല. ശാബത്ത് ദിനം ശനിയാഴ്ച ദിവസം, ആ ശാബത്തിന്റെ ദിവസത്തില് ഞങ്ങൾ മീൻ പിടിക്കൂല എന്നവര് ഉറപ്പിച്ചും പറയുകയാണ്. അല്ലാഹുവിന്റെ കലിമത്ത് അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. പ്രവാചകന്റെ നിർദ്ദേശം അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. അങ്ങനെ അവർ ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ, ശനിയാഴ്ചയല്ലാത്ത ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ മത്സ്യബന്ധനം നടത്തുമ്പോ മത്സ്യം കിട്ടുന്നില്ല. പക്ഷെ ശനിയാഴ്ചയോ, ശനിയാഴ്ച അവർ കടലിലേക്ക് നോക്കുമ്പോ മത്സ്യങ്ങളെല്ലാം കൂടി സമ്മേളനം നടത്തുക. അവരിങ്ങനെ കടലിന്റെ മുകളിൽ വന്ന് തലയിങ്ങനെ ഉയർത്തി കാണിച്ച് ഇവരെ കളിയാക്കി പോകുന്നു. ഇത് കണ്ടപ്പോൾ ഇവർക്ക് വിഷമമായി. നാളെയാകട്ടെ നിന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം വള്ളവും വലയുമായി ഇവർ കടലിലേക്ക് ഇറങ്ങുമ്പോ മീനില്ല. ശനിയാഴ്ച ആയാൽ എല്ലാവരും സമ്മേളനം കൂടുകയായി. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോ അവർ ചിന്തിച്ചു, എന്താ ഇതിനൊരു പോംവഴി? അങ്ങനെ അവരൊരു മറുമരുന്ന് കണ്ടുപിടിച്ചു. അള്ളാന്റെ വാക്ക് മാറ്റണ്ട, പ്രവാചകന്റെ വാചകം മാറ്റണ്ട, ഒരു പണി ചെയ്യാം, നമുക്ക് വെള്ളിയാഴ്ച കൊണ്ടുപോയി വലയിടാം. ശനിയാഴ്ച മീൻ പിടിക്കണ്ട, ഞായറാഴ്ച എങ്ങ് പോയിട്ട് വല എങ്ങ് പൊക്കിയാൽ മതിയല്ലോ. അപ്പൊ വാക്കിനൊരു മാറ്റമില്ല. അള്ള പറഞ്ഞത് അപ്പടി തന്നെ ഉണ്ട്. തെളിവൊക്കെ അങ്ങനെ. വാക്ക് മാറ്റാനും ഇല്ല, അക്ഷരം തെറ്റിക്കാനും ഇല്ല, വാചകം മാറ്റാനും ഇല്ല. ആശയത്തെ എന്തെടുക്കുക? ചാടിക്കടക്കുക. അള്ള പറഞ്ഞ ആ വാചകത്തെ കൂട്ടിമാട്ടുക. ഇതാണ് മൂന്നാമത്തെ രൂപം. അങ്ങനെ ശനിയാഴ്ച അവർ മീൻ പിടിച്ചില്ല, നേരെ മറിച്ച് ഞായറാഴ്ച പോയി വല വലിച്ചു. അതിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുരങ്ങുകളാക്കി മാറ്റി എന്ന് ഖുർആനിൽ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ നിഷേധത്തിന്റെ മൂന്നാമത്തെ രൂപമായി ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഈ പ്രമാണത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ? പ്രമാണം അത് വേണ്ടാന്ന് പറയലല്ല, ഖുർആൻ നമുക്ക് വേണ്ടാന്ന് പറയലല്ല, ഹദീസ് നമുക്ക് വേണ്ടാന്ന് പറയലല്ല. അതും നിഷേധം തന്നെയാണ്. പ്രമാണ നിഷേധം തന്നെയാണ്, ഖുർആൻ നിഷേധം തന്നെയാണ്, ഹദീസ് നിഷേധം തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല നിഷേധം, വാക്കുകളെ വളച്ചൊടിക്കൽ നിഷേധമാണ്. അപ്രകാരം തന്നെ വാക്കുകളെ വളച്ചൊടിക്കാതെ ആശയത്തെ വളച്ചൊടിക്കലും നിഷേധമാണ്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ ലോകത്ത് കഴിഞ്ഞുപോയ പിഴച്ച സമൂഹങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സമൂഹത്തിനൊക്കെ അടിസ്ഥാനപരമായി സംഭവിച്ചു പോയ വ്യതിയാനം ഈ പ്രമാണങ്ങളെ ഈ രൂപത്തിൽ നിഷേധിച്ചു എന്നതാണ് എന്ന് കാണാൻ കഴിയും. മൂന്നാലൊരു രൂപത്തിൽ അവർ നിഷേധിച്ചിട്ടുണ്ടാവും ലോകത്ത് കഴിഞ്ഞുപോയ പിഴച്ച മുഴുവൻ കക്ഷികളും. അതിൽ നമുക്കറിയാം ഒരു കക്ഷി ഖവാരിജുകളാണ്. ആ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാ പിഴച്ചത്? അവർക്കെങ്ങനെയാ പിഴവ് സംഭവിച്ചത്? ഖവാരിജുകളുടെ ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് കാണാം. അവർക്ക് രണ്ട് കാലഘട്ടമുണ്ട്. AD BC എന്ന് നമ്മൾ പറയുന്നത് പോലെ
മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം കാലഗണനയെ രണ്ടായി വേർതിരിച്ചു. ആര്? ഖവാരിജികൾ. അതിൽ ഒരു ഭാഗം ഏതാണ്? നമുക്കറിയാം, അലി കക്ഷിയും മുആവിയ കക്ഷിയുമായി നടന്ന യുദ്ധം. ആ യുദ്ധത്തിന് മുമ്പ് ജീവിച്ചു പോയ ഒരു വിഭാഗം, ആ യുദ്ധത്തിന് ശേഷം ജീവിക്കുന്ന മറ്റൊരു വിഭാഗം. ആ യുദ്ധത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളോ അവരെല്ലാം പരമപരിശുദ്ധന്മാരാണ്. അവരെല്ലാവരും ഫിത്നയ്ക്ക് മുമ്പുള്ള ആളുകളാണ്. അതിനുശേഷമുള്ളവരോ, ആ ശേഷമുള്ളവരിൽ ഫിത്നയിൽ സംഗമിച്ചവരുണ്ട്. ഫിത്ന എന്ന് പറഞ്ഞാൽ അലി മുആവിയയും തമ്മിൽ, അലി കക്ഷിയും മുആവിയ കക്ഷിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ട്. അങ്ങനെ കാലഗണനയെ രണ്ടായി തിരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഖവാരിജികൾക്കുണ്ടായി. മാത്രമല്ല, നമുക്കറിയാം, ഈ ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുആവിയ കക്ഷിക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അണിചേർന്നവരാണ്. അവസാനം ആ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, ഖുർആനിന്റെ കീഴിൽ അവരൊന്നിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അണിനിരന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ അവർ പുറത്തേക്ക് വന്നു. അവർക്കാണ് ഹറൂരികൾ അല്ലെങ്കിൽ ഖവാരിജികൾ എന്ന് പറയുന്നത്. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ലാ ഹാകിമ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വിധി കൽപ്പിക്കാൻ ആരുമില്ല. എന്നാൽ അല്ലാഹുവല്ലാത്തവരുടെ മധ്യസ്ഥം തേടിയിട്ട് അലിയും മുആവിയയും കാഫിറായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഖവാരിജികൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഖുറാസാനിലേക്ക് പോകുന്നത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അങ്ങനെ ഖുറാസാനിലേക്ക് പോയ ഈ ഖവാരിജികൾ അവർക്ക് പിന്നെ അവരുടെ ജീവിതത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവർ മുഴുവൻ കാഫിറാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. മുആവിയ കക്ഷിയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്തവരും അലി റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്തവരുമൊക്കെ മുഴുവൻ കാഫിറാണ് എന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ വന്നപ്പോൾ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പല ഹദീസുകളെയും അവർക്ക് തള്ളിക്കളയേണ്ടി വന്നു. കാരണം ഹദീസുകൾ കിട്ടുന്നത് സഹാബത്ത് വഴിയാണ്. ആ സഹാബത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും പിന്നിൽ അണിനിരന്ന ആളുകൾ കാഫിറുകളാണ് എന്ന് ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കാഫിറുകളായ ആളുകളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഈ രണ്ട് കക്ഷിയിൽ ഏതെങ്കിലും ഒരു കക്ഷിയിൽ ഉൾപ്പെട്ട ആളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളെ ഖവാരിജികൾക്ക് തള്ളിക്കളയേണ്ടി വന്നു, മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആ സമൂഹത്തിൽ പിഴച്ച വാദങ്ങൾ ഉണ്ടായത്. പിഴച്ച വാദങ്ങളെ അവരിലേക്ക് കടന്നു വന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഷിയാ കക്ഷി, ആ ഷിയാക്കൾ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോ അവർക്കും സംഭവിച്ച പിഴവെവിടെയായിരുന്നു? അവരും പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിന് അധികാരം കൊടുക്കാതെ ആ അധികാരം തട്ടിയെടുത്ത അബൂബക്കർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ അധികാരം കൊടുക്കാതെ, അലി റളിയല്ലാഹു അൻഹുവിന് അധികാരം കൊടുക്കാതെ, പ്രവാചകന്റെ വസിയായ അലിക്ക് അധികാരം കൊടുക്കാതെ, പ്രവാചകന്റെ മരുമകനായ അലിക്ക് അധികാരം കൊടുക്കാതെ ആ അധികാരം തട്ടിയെടുത്ത ഉമർ, അദ്ദേഹവും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. തൽഹ, അതുപോലെ ആയിഷ, അംർ ഇബ്നു ആസ് തുടങ്ങിയ സഹാബത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അഹ്ലുൽ റിദ്ദത്തിന്റെ ആളുകളാണ്, റിദ്ദത്ത് സംഭവിച്ച ആളുകളാണ് എന്ന് ഈ ശിയാക്കൾ പ്രഖ്യാപിച്ചു. ആ ശിയാക്കൾക്കും ഇതേ അവസ്ഥ തന്നെയാവുന്നത്. അവർക്കും പിന്നെ ഹദീസുകളെ സ്വീകരിക്കാൻ പറ്റാതെയായി. ഈ പറയപ്പെട്ട സഹാബികളിൽ നിന്നുള്ള ഹദീസുകൾ അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, ഇങ്ങനെയുള്ള സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അത് പരിപൂർണമായി സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഷിയാക്കളിൽ പല വിഭാഗങ്ങൾക്കും ഉണ്ടായി എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഖവാരിജികളിലും അതുണ്ടായി, അതുപോലെ തന്നെ ഷിയാക്കളിലും ഉണ്ടായി. പിന്നെ വന്നൊരു സംഘമാണ് മുഅ്തസിലിയാക്കൾ. ഈ കാലഘട്ടത്തിന് ശേഷം പിന്നത് മുഅ്തസിലിയാക്കളാണ്. ആരാണ് ഈ മുഅ്തസിലിയാക്കൾ? ആ മുഅ്തസിലിയാക്കൾ ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. നമുക്കറിയാം, മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പള്ളിയിൽ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ഫിത്ന. എന്താണ് ആ ഫിത്ന എന്നറിയുമോ? പാപം ചെയ്തവൻ കാഫിറാണ് എന്നൊരു വാദം. ഒരാൾ പാപം ചെയ്താൽ തന്നെ കാഫിറാകും. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരാൾ കള്ളം പറഞ്ഞു,
കളവ് പറയൽ പാപമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയുള്ള കാര്യമാണ്. എന്നാൽ ഒരാൾ കളവ് പറഞ്ഞാൽ അയാൾ കാഫിറാണ് എന്ന് പറയാൻ പറ്റും? ഒരു മുസ്ലിം കാഫിറല്ല, എന്നാൽ അവൻ പാപിയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് ശിക്ഷയുണ്ട്. ഒരാൾ വ്യഭിചരിച്ചു, അയാൾ പാപിയാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ വ്യഭിചരിച്ചാൽ അത് പാപമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയുള്ള കാര്യമാണ്. എന്നാൽ ഒരു വ്യഭിചരിച്ചു കഴിഞ്ഞപ്പോ തന്നെ അയാൾ കാഫിറാണെന്ന് പറയാൻ പറ്റൂല. മദ്യപിക്കൽ അത് പാപമാണ്, തെറ്റാണ്, കുറ്റകരമാണ്. എന്നാൽ ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ കാഫിറായി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ഹസൻ ബസരി റഹിമഹുല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് പാപം ചെയ്തവൻ കാഫിറാകും എന്നൊരു വാദവുമായി, ഖവാരിജികൾ തൊടുത്തുവിട്ട വാദവുമായി ചില ആളുകൾ വന്നു. സ്വാഭാവികമായും അന്നാട്ടിൽ ഇൽമുള്ള വിവരമുള്ള ആളെന്ന നിലക്ക് ഹസൻ ബസരി റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ല, പാപം ചെയ്തവൻ കാഫിറാണ് എന്ന വാദം ശരിയാണോ? ഹസൻ ബസരി റഹിമഹുല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസം അങ്ങ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, പാപിയാണവൻ, പക്ഷേ കാഫിറല്ല. ഇത് ഹസൻ ബസരി റഹിമഹുല്ല പറയുമ്പോ ഹസൻ ബസരി റഹിമഹുല്ലയുടെ സദസ്സിൽ നിന്നൊരാൾ എണീറ്റു, വാസിൽ ബിൻ അത്താ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എണീറ്റിട്ട് പറഞ്ഞു, എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഹസൻ ബസരി ചോദിച്ചു, പിന്നെന്താ അതിന്റെ അഭിപ്രായം? അയാൾ പറഞ്ഞു, അത് പാപം ചെയ്താല് ഓൻ മുസ്ലിമും അല്ല കാഫിറും അല്ല. പിന്നെന്താ? അത് രണ്ടിന്റെ ഇടയിൽ ഉള്ള ഒന്നാണ്. കാഫിറും അല്ല മുസ്ലിമും അല്ല. ഒന്നാണോ രണ്ടാണെന്ന് ചോദിക്കുമ്പോ ഒന്നല്ല. രണ്ടാണോ? രണ്ടും അല്ല. പിന്നെ ഒരണ്ട് എന്ന് പറയുന്നത് പോലെ കാഫിറല്ല മുസ്ലിമുമല്ല എന്ന് ഇയാൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, നേരെ പള്ളിയുടെ ഒരു തൂണിന്റെ ചോട്ടിലേക്ക് അയാൾ പോയി. എന്നിട്ട് വലിയൊരു വാള്, മൂപ്പരുടെ വക തന്റെ വാദം ന്യായീകരിച്ചിട്ട് വലിയൊരു വാളങ്ങ് നടത്തിക്കളഞ്ഞു. അങ്ങനെ വാദം നടത്തിക്കൊണ്ടിരുന്നപ്പോ മഹാനായ ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞു, യഅ്തസിലു മിന്നാ, അവൻ അകന്നുപോയി, നമ്മിൽ നിന്ന് അകന്നുപോയി. അങ്ങനെയാണ് അവർക്ക് മുഅ്തസിലിയാക്കൾ എന്ന് പേര് വന്നത്. ആ മുഅ്തസിലിയാക്കൾക്ക് സംഭവിച്ചത് എന്താ? അവര് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഹദീസൊക്കെ സ്വീകരിക്കാം, പക്ഷേ മുത്തവാത്തിറായിരിക്കണം. മുത്തവാത്തിറായി അനിഷേധ്യമായ പരമ്പരകളിലൂടെ, ഒരുപാട് സനദുകളിലൂടെ അനിഷേധ്യമായി വന്ന റിപ്പോർട്ടുകൾ, അത് മാത്രമേ ഞങ്ങൾ പ്രമാണമായി സ്വീകരിക്കൂ എന്ന് ഒരു വിഭാഗം ആളുകൾ. അതിന് വിരുദ്ധമായി ഖബറാഹാദായി വരുന്ന മുത്തവാത്തിർ അല്ലാത്ത ഹദീസുകളെ ഞങ്ങൾ സ്വീകരിക്കൂല. അങ്ങനെ ഹദീസുകളിൽ ഒരു ഗണ്യ വിഭാഗത്തെ തള്ളിയവർ ഒരു വിഭാഗം ആളുകൾ. എന്നാൽ ആ മുഅ്തസിലിയാക്കളിലെ നെല്ലാവികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗം പറഞ്ഞു, ഒരു ഹദീസും സ്വീകരിക്കാൻ പറ്റൂല, നമുക്ക് ഖുർആൻ മാത്രമേ പ്രമാണാക്കാൻ പറ്റൂ. ഒരു വിഭാഗം ആളുകൾ ഹദീസുകളെ ഭാഗികമായി തള്ളിക്കളഞ്ഞപ്പോൾ, വളരെ ഭൂരിപക്ഷം വരുന്ന ഹദീസുകളെ വലിച്ചെറിഞ്ഞപ്പോൾ, മറ്റൊരു വിഭാഗം ആളുകൾ ഒരിക്കലും ഖുർആനും സ്വീകരിക്കാൻ പറ്റൂല, ഹദീസും സ്വീകരിക്കാൻ പറ്റൂല എന്നാ വാദിച്ചത്. വേറൊരു വിഭാഗം പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരുണ്ടല്ലോ, ആ 10 പേരിൽ നിന്നുള്ള ഹദീസുകൾ നമുക്ക് സ്വീകരിക്കാം, അതല്ലാത്തൊരു ഹദീസും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ മറ്റൊരു വിഭാഗം വാദിച്ചത്. ഞാനിത് സൂചിപ്പിച്ചതിനെന്ന് ചോദിച്ചാൽ, മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന പിഴച്ചൊരു കക്ഷിയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോ എന്തുകൊണ്ടാണ് മുഅ്തസിലിയാക്കൾ പിഴച്ചു പോകാനുള്ള കാരണം? അടിസ്ഥാനപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ അവർ കാണിച്ച വീഴ്ചയാണ് ആ വഴിപിഴവിനുള്ള കാരണമെന്ന് സൂചിപ്പിക്കാനാണ്. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഹക്കിന്റെ ആളുകൾ എക്കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അങ്ങനെ തന്നെ സ്വീകരിച്ചവരാണ്. അതാണ് ഒരാൾക്ക് മുഅ്മിനാകാനുള്ള മാർഗം, വിശ്വാസിയാകാനുള്ള മാർഗം. വിശുദ്ധ ഖുർആൻ തന്നെ അത് തുറന്നു പറഞ്ഞല്ലോ, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഖുർആനിൽ അല്ലാഹു പറയാണ്, ഫലാ വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെ സത്യം, ഒരിക്കലും അവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനീങ്ങളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ പ്രവാചകരെ നിങ്ങളിലേക്ക് മടക്കുന്നത് വരെ. അങ്ങനെ നിങ്ങളിലേക്ക് അത് മടക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ വിഷയത്തിൽ താങ്കൾ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതിൽ യാതൊരുവിധ വിഷമവും അവർക്കുണ്ടാകാൻ പാടില്ല. എന്താണോ താങ്കൾ പറഞ്ഞത്, വയുസല്ലിമൂ തസ്ലീമാ, അതിനെ പരിപൂർണമായി ഉൾക്കൊള്ളുന്നവരാരോ
നല്ല മനസ്സോടുകൂടി യാതൊരുവിധ മനസാക്ഷിക്കുത്തുമില്ലാതെ യാതൊരുവിധ നീരസമം ബോധിപ്പിക്കാതെ പ്രവാചകരെ താങ്കൾ എന്താണോ അവരോട് പറയുന്നത് അതങ്ങനെ തന്നെ സ്വീകരിക്കാതെ ഒരിക്കലും നിന്റെ റബ്ബിനെ തന്നെ സത്യം അവർക്ക് വിശ്വാസികളാകാൻ സാധ്യമല്ല. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അവ മുഅ്മിനാകാനുള്ള മാർഗം, ഹക്കിന്റെ അഹ്ലുകാരനാകാനുള്ള മാർഗം എന്താ? പ്രമാണങ്ങളെ, തെളിവുകളെ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നതാണ്. അതിൽ നിന്ന് വിരുദ്ധമായി പ്രമാണങ്ങളിൽ ഒരു ഭാഗമോ അതല്ലെങ്കിൽ ആ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ആ തെളിവുകളിൽ നിന്ന് പൂർണ്ണമോ അതിന്റെ മുഴുവൻ ഭാഗമോ തള്ളിക്കളഞ്ഞാൽ, അവഗണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന് മുഅ്മിനാവുക സാധ്യമല്ല. അവൻ ഈ മാർഗത്തിൽ തെറ്റിപ്പോകും. അവൻ മുഅ്മിനുകളുടെ മാർഗത്തിൽ തെന്നിപ്പോകുമെന്ന് മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധമായ ഒരു മാർഗത്തിലേക്ക് അവൻ അകപ്പെട്ടു പോകും. അത് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ആ ശത്രുക്കൾ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്താണ്? നമുക്കറിയാം, മുസ്ലിം സമുദായത്തോട് ഏറ്റവും അധികം ശത്രുത വെച്ചു പുലർത്തിയവരാണ് യഹൂദികളായ ആളുകൾ. ആ യഹൂദികളായ ആളുകൾ മുസ്ലിം സമുദായത്തോട് പല രൂപത്തിലും ഏറ്റുമുട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ, മുസ്ലിം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത 2 നൂറ്റാണ്ടുകളുണ്ട്. ആ നൂറ്റാണ്ടാണ് 12, 13 നൂറ്റാണ്ടുകൾ. ആ നൂറ്റാണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം. ഓർബൻ രണ്ടാമൻ മാർപ്പാപ്പ ക്ലിയർമൗണ്ടിലെ പ്രാർത്ഥനാ ചടങ്ങിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് അവരുടെ അധികാരങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി നടത്തിയ ആ ആഹ്വാനത്തിന്റെ ഫലമായി ഒരു കൈയിൽ കുരിശും മറുകൈയിൽ മാരകായുധങ്ങളുമായി മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെന്ന കുരിശുപട ഓരോ മുസ്ലിം പ്രദേശങ്ങളിലും താണ്ടിക്കടന്നുകൊണ്ട് നിഷ്ഠൂരമായി മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ആ കുരിശുപട മുന്നേറുകയാണ്. ആ യുദ്ധം 1095 ക്ലിയർമൗണ്ടിൽ വെച്ചുകൊണ്ട് ഓർബൻ രണ്ടാമൻ മാർപ്പാപ്പ നടത്തിയ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആ കുരിശുപടയോടുള്ള യുദ്ധം 2 നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾക്ക് നടത്തേണ്ടി വന്നു. ഈ 2 നൂറ്റാണ്ട് കാലത്തെ നിരന്തരമായ പോരാട്ടം, ആ പോരാട്ടത്തിലൂടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിലാക്കിയ അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തെ ആയുധം കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല, കയ്യൂക്ക് കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല, സംഘശക്തി കൊണ്ട് പരാജയപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഒരു മുസ്ലിം ഒരാളെ ഉള്ളെങ്കിൽ അവൻ ഈമാനുള്ളവനാകണം, ശ്വാസമുള്ളവനാകണം, പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവനാകണം, നരകത്തെ ഭയപ്പെടുന്നവനാകണം, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനാകണം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും ഒരുത്തരും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരുപാട് ആൾബലം ഉണ്ടാകണമെന്നില്ല, സംഘശക്തി വേണമെന്നില്ല. നേരെ മറിച്ച് ഈമാനിന്റെ പ്രഭയിൽ, വിശ്വാസത്തിന്റെ ആ മഹിതമായ ആ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിജയത്തിന്റെ വാതായനങ്ങൾ തുറന്നതിന്റെ ഏറ്റവും അത്യുന്നതമായ സോപാനത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു മനുഷ്യന് കഴിയും. അതാണ് ഒരു വിശ്വാസി. നമുക്കറിയാം, അസ്ഹാബുൽ കഹ്ഫ്, ആ അസ്ഹാബുൽ കഹ്ഫ് ഒരുപാട് ആളുകളില്ല, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഖുർആൻ പറഞ്ഞു കുറച്ച് ചെറുപ്പക്കാർ. ആ കുറച്ച് ചെറുപ്പക്കാർക്കുണ്ടായത് ഈമാനാണ്. അങ്ങനെ ഈമാൻ, ഉറച്ച ഈമാൻ, ഉറച്ച വിശ്വാസം അവർക്കുണ്ടായപ്പോ ഫസിദ്നാഹും ഹുദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അധികാരമുണ്ടായിരുന്നില്ല. അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാഹചര്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇബ്രാഹിം നബിയുടെ ശത്രുവായ നമ്രൂദോ ആ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയാണ്. പക്ഷേ നമ്രൂദിന്റെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായില്ല. എങ്ങനെയാണ് ആ ശക്തി ഇബ്രാഹിം നബി നേടിയെടുത്തത്? ആദർശം കൊണ്ടാണ്, ഈമാൻ കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്. ലോക ചരിത്രത്തിൽ വിശ്വാസി സമൂഹം എക്കാലഘട്ടത്തിലും അവർ അത്യുന്നതിയിൽ ഉയർന്നു നിന്നിട്ടുണ്ട് എങ്കിൽ ആ അത്യുന്നതിക്കുള്ള കാരണം അവരുടെ ഈമാനാണ്, വിശ്വാസമാണ്. അതാ ഖുർആൻ പറഞ്ഞത്, അൻതുമുൽ അഅലൗൻ ഇൻ കുന്തും മുഅ്മിനീൻ. ഏ വിശ്വാസികളെ, നിങ്ങളാണ് അത്യുന്നതന്മാർ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ ലോകത്താർക്കും കഴിയില്ല. ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കി, കുരിശുപട മനസ്സിലാക്കി. അതുകൊണ്ടാണ് ലോകത്താദ്യമായി ഒരു ക്രൈസ്തവ മിഷനറി സംഘടന രൂപീകരിച്ചത് കുരിശുയുദ്ധത്തിന് ശേഷമാണ്. ക്രൈസ്തവ മിഷനറി സംഘടന, നിങ്ങൾക്കറിയാമോ? മിഷനറി പ്രവർത്തനം എന്നത് കുരിശുയുദ്ധത്തിന് മുമ്പ് ക്രൈസ്തവ സമൂഹത്തിന് അറിയുമായിരുന്നില്ല.
നേരെ മറിച്ച് കുരിശ് യുദ്ധത്തിന് ശേഷം ക്രൈസ്തവ സമൂഹം ഒരു മിഷനറി സംഘത്തെ രൂപീകരിക്കുകയും ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് അവർ കടന്നു ചെല്ലുകയും ആ മിഷനറി സംഘങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതാണ്. മുസ്ലിങ്ങളൊക്കെ സ്ത്രീലമ്പടന്മാരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മോശപ്പെട്ട ആളാണ്. ഇങ്ങനെയുള്ള വളരെ ശക്തമായ പ്രചാരവേലകൾ അത് മിഷനറി സംഘങ്ങൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിർവഹിച്ചു. രണ്ടാമതായിക്കൊണ്ട് നമുക്കറിയാം, യഹൂദ വിഭാഗം, ജൂതന്മാർ, ഇസ്ലാമിനോട് ശത്രുത പ്രഖ്യാപിച്ച യഹൂദികൾ. ആ യഹൂദികളായ ആളുകൾ ആ അനുഭവം വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കി മുസ്ലിം സമുദായത്തെ തകർക്കാൻ ആയുധശക്തി കൊണ്ടല്ല സാധിക്കുക. നേരെ മറിച്ച് അവരുടെ വിശ്വാസവും അവരുടെ ആദർശവും അവരുടെ കയ്യിലുള്ള പ്രമാണങ്ങളും മാറ്റണം. പ്രമാണങ്ങൾ തിരുത്തി കുറിക്കണം. ആ പ്രമാണങ്ങളെ വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം മാറണം. അങ്ങനെയാണ് 1897 സിയോണിസം രൂപപ്പെടുന്നത്. 1896 വിയന്നയിലെ പത്രപ്രവർത്തകനായിരുന്ന തിയോഡർ ഹെഴ്സൽ, ബുദ്ധിസ്റ്റ് അതല്ലെങ്കിൽ ബുദ്ധിജീവി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ജൂതരാഷ്ട്രം എന്ന പേരിൽ ഒരു ലഘുലേഖ പുറത്തുവിടുന്നത്. ജൂതരാഷ്ട്രം, നമുക്കൊരു രാഷ്ട്രം വേണം, ഒരു ജൂതരാഷ്ട്രം വേണം. ആ ജൂതരാഷ്ട്രം ഉണ്ടാക്കുവാൻ വേണ്ടി ജൂത സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ആവേശം നൽകിക്കൊണ്ട് തിയോഡർ ഹെഴ്സൽ ഒരു ലേഖനം എഴുതുകയും ആ ലേഖനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അടുത്ത കൊല്ലം അഥവാ 1897 സ്വിറ്റ്സർലൻഡിലെ ബേസലിൽ വെച്ചുകൊണ്ട് സിയോണിസ്റ്റ് കോൺഗ്രസ് സമ്മേളിക്കുകയും ചെയ്തു. അവിടെ വെച്ചുകൊണ്ടാണ് സിയോണിസം ഉണ്ടാകുന്നത്. ആ സിയോണിസത്തിന്റെ വാഗ്ദാക്കൾ പ്രഖ്യാപിച്ചു. എ ലാൻഡ് വിത്തൗട്ട് എ പീപ്പിൾ ഫോർ എ പീപ്പിൾ വിത്തൗട്ട് എ ലാൻഡ്. ജനതയില്ലാത്ത ദേശം, ദേശമില്ലാത്ത ജനതക്ക്. ഒരു സമൂഹത്തിന് ദേശമില്ല, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് ദേശമില്ല എങ്കിൽ ജനതയില്ലാത്ത ദേശം അവർക്ക് വേണം എന്ന് പറഞ്ഞാൽ ലോകം അവർക്ക് വേണം എന്ന് അതിന്റെ അർത്ഥം. ജനത എന്ന് പറയുമ്പോ, പീപ്പിൾ എന്ന് പറയുമ്പോ, ജൂതനല്ലാത്തൊരു മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാൻ ജൂതൻ തയ്യാറല്ല. അതുകൊണ്ട് തങ്ങൾക്കൊരു രാഷ്ട്രം വേണം. ആ രാഷ്ട്രത്തിന് വേണ്ടി അവർ മുദ്രാവാക്യം വിളിച്ചപ്പോ ലോകമാണ് അവർ ചോദിച്ച തങ്ങളുടെ രാഷ്ട്രമായി ലോകത്തിന്റെ മുക്കുമൂലകൾ അവർക്ക് വേണമെന്നാണ്. എന്നാൽ പ്രത്യേകമായ ബൗണ്ടറി തിരിച്ചുകൊണ്ട് ജൂതരാഷ്ട്രം അവർ വരച്ചപ്പോ അവര് പറഞ്ഞത് നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള ആ പ്രവിശ്യ ജൂതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണ്. നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നൈൽ നദി മുതൽ മക്കയും മദീനയും അടങ്ങുന്ന, സൗദി അറേബ്യ അടങ്ങുന്ന ആ പ്രവിശാലമായ ആ പ്രദേശം മുഴുവൻ ജൂതരാഷ്ട്രമായി പ്രഖ്യാപിക്കണം. അതിനുവേണ്ടി നാം പണിയെടുക്കണമെന്ന് യഹൂദികളായ ആളുകൾ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുകയും അതിനുവേണ്ടി ഫണ്ട് രൂപീകരണം നടക്കുകയും അങ്ങനെയുള്ള എല്ലാവിധ കുതന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കുകയും അവസാനം അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി മുസ്ലിം സമുദായത്തെ ആക്രമിക്കുവാൻ വേണ്ടി ഒരു സംഘത്തെ തന്നെ രൂപീകരിക്കുകയും ചെയ്തു യഹൂദികൾ. അവർക്കാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓറിയന്റലിസ്റ്റുകൾ എന്താണ്? ഈ ഓറിയന്റലിസ്റ്റുകളുടെ പ്രത്യേകത എന്താണ്? ഈ ഓറിയന്റലിസ്റ്റുകളുടെ പ്രത്യേകത അവർ ഖുർആൻ പഠിച്ചു, ഹദീത്ത് പഠിച്ചു, ഫിഖ് പഠിച്ചു, ഉസൂല് പഠിച്ചു. അങ്ങനെ ഇസ്ലാമികമായ എല്ലാവിധ പ്രമാണങ്ങളെയും പഠിച്ചവരാണ് ഓറിയന്റലിസ്റ്റുകൾ. നമുക്കറിയാം, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം പലപ്പോഴും മുസ്ലിം പണ്ഡിതന്മാർ പോലും തലപൊക്കുന്ന വിഷയങ്ങൾ വരെ ആധികാരികമായി അവതരിപ്പിച്ച ഓറിയന്റലിസ്റ്റ് നേതാക്കന്മാരുണ്ട്, ജൂതന്മാരുണ്ട്. ഇസ്ലാമിക വിശ്വാസ, ആചാര, അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ച് യഹൂദികളായ ആളുകൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ആധികാരികമായ പഠനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അറബിക് ഡിക്ഷണറികൾ എഴുതിയിട്ടുണ്ട്. അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം നേടുകയും ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും തെളിവുകൾ ശേഖരിക്കുകയും അങ്ങനെ ഇസ്ലാമിലെ പ്രമാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ ആക്രമിക്കുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ആര്? ഓറിയന്റലിസ്റ്റുകൾ. സിയോണിസത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഓറിയന്റലിസ്റ്റുകൾ ഇന്നും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പ്രവർത്തിച്ചു. ഉസൂല് പഠിച്ചു, റിജാലിന്റെ കിതാബുകൾ പഠിച്ചു, ഹദീസുകളെ പറ്റി പഠിച്ചു, ഖുർആൻ പഠിച്ചു, തഫ്സീർ പഠിച്ചു. അങ്ങനെ ആ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി അതേ ആ പ്രമാണങ്ങളുടെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ അവർ പ്രഖ്യാപിച്ചു, നമുക്ക് ഇനി മുസ്ലിം സമുദായത്തെ കൊണ്ട് ചെയ്യിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്ന് അവരെ അകറ്റുക എന്നതാണ്. തെളിവുകളിൽ നിന്ന് അവരെ അകറ്റുക പരിപൂർണമായി. അതിന്റെ ഭാഗമായി കൊണ്ടാണ്
നമുക്കറിയാം കാലഘട്ടത്തിൽ രംഗപ്രവേശനം ചെയ്ത പല ആളുകളും ഹദീസിനെതിരെ സംസാരിച്ചു തുടങ്ങിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പലതും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ലോകത്താദ്യമായി അത് പറയുന്ന അല്ല ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് സിയോണിസ്റ്റ് ശക്തികളായ ഓറിയന്റലിസ്റ്റുകളാണ്. നമുക്കറിയാം ഗോൾഡ് സീറിനെ പോലുള്ള ആളുകള് ആ വിഷയത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ലോകപ്രസിദ്ധിയാർജിച്ച പുസ്തകങ്ങൾ. ഗോൾഡ് സീറിനെ പോലുള്ള ആളുകൾ ആ പുസ്തകം എഴുതിക്കൊണ്ട് പറഞ്ഞു നമുക്ക് ഖുർആൻ മാത്രം മതി. ഇസ്ലാമിന്റെ പേരിൽ നിന്ന് സംസാരിച്ചത് ആരാണ്? ഗോൾഡ് സീർ എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റുകാരനായ ജൂതൻ. അവൻ പറഞ്ഞു നമുക്ക് ഖുർആൻ മാത്രം മതി, ഹദീസ് നമുക്ക് വേണ്ട, ഹദീസ് നമുക്ക് പറ്റൂല, ഹദീസ് തെളിവാക്കാൻ പറ്റൂല. ഇനി ഹദീസ് സ്വീകരിക്കാമെങ്കിൽ തന്നെ അത് സ്വീകരിക്കണമെങ്കിൽ ഖുർആനോട് യോജിക്കുന്ന മാത്രം സ്വീകരിച്ചാൽ മതി. ഖുർആനോട് യോജിക്കുന്ന ഹദീസ് സ്വീകരിക്കാം, അതല്ലാത്ത മുഴുവൻ ഹദീസുകളെയും തള്ളിക്കളയണമെന്ന് ഗോൾഡ് സീർ പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു ജൂതൻ, അതും ഓറിയന്റലിസ്റ്റ് ആയ ഒരു ജൂതൻ, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രം പോന്നവരല്ല മുസ്ലിങ്ങളെന്ന് തിരിച്ചറിഞ്ഞു അവര്. ആ രൂപത്തിൽ ഗോൾഡ് സീറിനെ പോലുള്ള ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞ വാചകത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു നമുക്കിടയിൽ. അവർക്ക് പേര് പറഞ്ഞത് മോഡേണിസ്റ്റ് എന്നാ. മോഡേണിസ്റ്റ് എന്ന് പറഞ്ഞാല് അത് നമുക്കിപ്പോ ഈ ഖുർആൻ ഹദീസ് എന്നൊക്കെ പറഞ്ഞാല് അയ്യേ നാണക്കേട്. ആരോടെങ്കിലും പറയാൻ പറ്റും മുഹമ്മദ് നബിയിൽ നിന്ന് വന്ന ഈ ഹദീസ് ആ രൂപത്തിൽ ആരോടും പറയാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് തന്നെ ഒരു ആശങ്ക സ്വയം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ മോഡേണിസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ചാളുകൾ മുസ്ലിം സമുദായത്തിൽ രംഗപ്രവേശനം ചെയ്തു, ഓറിയന്റലിസ്റ്റുകളുടെ പിൻഗാമികളായി. അങ്ങനെ കുറച്ചാളുകൾ രംഗപ്രവേശനം ചെയ്തു. നമുക്കറിയാം 20-ാം നൂറ്റാണ്ട് അതിന്റെ മൂർധന്യതയിലെത്തിയ ഒരു നൂറ്റാണ്ടാണ്. ഈ നിഷേധത്തിന്റെ മൂർധന്യതയിലെത്തിയ നൂറ്റാണ്ട്. അന്ന് ഒരുപാട് തൗഫീഖ് സിദ്ദീഖിയെ പോലെയുള്ള, അഹമ്മദ് അമീനെ പോലെയുള്ള ആളുകൾ, മോഡേണിസ്റ്റുകൾ രംഗപ്രവേശനം ചെയ്തു. അവർ പ്രവാചകന്റെ ഹദീസുകൾക്കെതിരെ സംസാരിച്ചു. എന്നാൽ അതിനു മുമ്പോ നമുക്കറിയാം പിഴച്ചുപോയ മുഅ്തസിലിയാക്കൾ. ആ മുഅ്തസിലിയാക്കളിൽപ്പെട്ട നല്ലാമികൾ, ആ നല്ലാമികളല്ലാതെ പ്രവാചകന്റെ ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞവരില്ല. മുഅ്തസിലിയാക്കൾ ഹദീസ് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ആ മുഅ്തസിലിയാക്കളിൽ ഹദീസ് നിഷേധിച്ചവർ അതിൽ ഒരു വിഭാഗം അഥവാ ഖബർ വാഹിദ് അല്ലെങ്കിൽ ഖബർ ആഹാദ് അത് സ്വീകരിക്കാൻ പറ്റൂല, മുത്തവാത്തിർ സ്വീകരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. 10 പേര് അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേര് പറഞ്ഞ ഹദീസ്, അവരിൽ നിന്ന് വന്ന ഹദീസ് അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ഷിയാക്കളിൽ അവർ റിദ്ദത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ അതല്ലാത്ത, റിദ്ദത്ത് സംഭവിച്ചിട്ടില്ല എന്ന രൂപത്തിൽ അവർ അംഗീകരിക്കുന്ന സഹാബികളിൽ നിന്ന് വന്ന ഹദീസ് സ്വീകരിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നല്ലാമികൾക്ക് ശേഷം ലോകത്ത് ആ വാക്ക് രണ്ടാമത് മുഴങ്ങിക്കേൾക്കുന്നത് ഓറിയന്റലിസ്റ്റുകളുടെ പിൻഗാമികളായി കടന്നു വന്ന അഹമ്മദ് അമീനെ പോലെയുള്ള, ഡോക്ടർ തൗഫീഖിനെ പോലെയുള്ള ആളുകൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. അതേ, ഒരിക്കലും നമുക്ക് ഹദീസ് പ്രമാണമല്ല, അത് സ്വീകരിക്കാൻ പറ്റൂല. പക്ഷേ മുഹമ്മദ് അമീനൊക്കെ ഒരുപാട് പുസ്തകം എഴുതി, ഇന്നും കാണാം ആ പുസ്തകങ്ങൾ. ആ പുസ്തകം എഴുതി, പക്ഷേ സമൂഹത്തിൽ അത് ക്ലച്ച് പിടിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരാൾ രംഗപ്രവേശനം ചെയ്യുന്നത്. അയാളുടെ പേരാണ് അബൂ റയ്യ എന്ന് പറയുന്ന ആള്. പക്ഷെ അയാളുടെ പേര് പറയുമ്പോ ഉസ്താദ് അബൂ റയ്യ എന്ന് പറയൂ. എല്ലാരും മൂപ്പരെ ഉസ്താദ് എന്ന് വിളിക്കണം. അതും ജൂതതന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ രൂപത്തിൽ ഉസ്താദ് അബൂ റയ്യ എന്ന് പറയുന്ന അബൂ റയ്യ രംഗപ്രവേശനം ചെയ്യുന്നു. അബൂ റയ്യ ഒരു പുസ്തകം എഴുതി. അങ്ങനെ അബൂ റയ്യ എഴുതിയ പുസ്തകം ലോകപ്രസിദ്ധിയാർജിച്ചു. അബൂ റയ്യയുടെ പുസ്തകം ലോകപ്രസിദ്ധിയാർജിച്ചു. നമുക്കറിയാം ഇന്നും ആ രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അന്നൊന്നും ഇന്ത്യ രാജ്യത്തേക്ക് ആ ചിന്താഗതി കടന്നു വന്നില്ല. അതിനുശേഷം അത് കടന്നു വന്നു ഇന്ത്യയിൽ. ആരാത് കൊണ്ടുവന്നത്? സയ്യിദ് സർ അഹമ്മദ് ഖാനെ പോലെയുള്ള, ചിറാഗ് അലിയെ പോലെയുള്ള, അസ്ലം ചിറാഗ് പൂരിയെ പോലെയുള്ള, ഗുലാം അഹമ്മദ് പർവേസിനെ പോലെയുള്ള ആളുകള്. ആ ആളുകൾ പിന്നീട് ഈ അബൂ റയ്യയുടെ വാദങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തു. അങ്ങനെ അത് ഇറക്കുമതി ചെയ്തെങ്കിലും സമൂഹത്തിൽ അത് വളരെയധികം ക്ലച്ച് പിടിച്ചില്ല. ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ കുറച്ചാളുകൾ ഇങ്ങനെ 1-2 പേരിങ്ങനെ പോയി. പക്ഷെ അപ്പോഴും കേരളത്തിൽ അത് എത്തിയിട്ടില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ പ്രവാചകന്റെ ഹദീസുകളെ ചോദ്യം ചെയ്തുകൊണ്ട് കണ്ണൂർ ഭാഗത്ത് 1-2 ആൾക്കാർ വന്നു. അങ്ങനെ കണ്ണൂർ ഭാഗത്ത് 1-2 ആളുകൾ രംഗപ്രവേശനം ചെയ്തു. അവർ പറഞ്ഞു ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, നമുക്ക് ഖുർആൻ മാത്രം മതി. ഈ ഖുർആന് ശേഷം വേറെ ഏത് ഹദീസാണുള്ളത്? എല്ലാ കാര്യങ്ങളും അള്ളാന്റെ ഖുർആനിലുണ്ടല്ലോ, അതുകൊണ്ട് ഖുർആൻ മാത്രം മതി, ഹദീസ് നമുക്ക് വേണ്ട.
പക്ഷേ കണ്ണൂർ ഭാഗത്ത് വന്ന ഒന്ന് രണ്ടാൾക്കാരും അറിയപ്പെട്ടില്ല. പിന്നാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ നമ്മുടെ മൗലവി ചേകന്നൂർ മൗലിയാർ വന്നത്. ആ ചേകന്നൂർ മൗലവി അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ, ബുഖാരി ജൂതൻ എന്നല്ലാതെ അയാൾ വേറൊരു വാക്ക് പറയൂല. ബുഖാരി എന്ന് കേട്ടാ ജൂതൻ എന്ന് പറയും. ഇന്നും അയാളുടെ കാസറ്റുകൾ. അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന് പകരം ബ്രാക്കറ്റിൽ ഇടുന്നത് ജൂതൻ എന്നാണ്. അബൂ ഹുറൈറ എന്ന ജൂതൻ പ്രവാചകന്റെ സഹാബത്തിനെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ട്, പ്രവാചകന്റെ ഹദീസുകളെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് ചേകന്നൂർ മൗലവി രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ ചേകന്നൂർ മൗലവി വന്നപ്പോഴും മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞു. ചേകന്നൂർ മൗലവി ചില വാദഗതികളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ചില ആളുകൾക്ക് തോന്നി ഇത് കൊള്ളാലോടാ. കാരണം എന്താ? ചേകന്നൂർ മൗലവി പറഞ്ഞു, അല്ല, ബുഖാരി നോക്കിയ ഒരു ഹദീസ് കാണാ. എന്താ ഹദീസ്? അത് ഈച്ച വെള്ളത്തിൽ വീണാല് ആ വെള്ളത്തിൽ ഒന്നുകൂടി മുക്കി കുടിക്കണം എന്നാണ് ബുഖാരി ധരിക്കുന്ന ഹദീസില്. ആരെങ്കിലും അത് ചെയ്യോ? മൂപ്പര് ചോദിക്കുക. ആരെങ്കിലും അത് ചെയ്യോ? കാരണം എന്താ? ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവി വെള്ളത്തിൽ വീണാൽ ഒന്നുകൂടി മുക്കാന്ന് പറഞ്ഞാൽ വൃത്തികേട്. എന്താ ഈച്ച ജ്യൂസോ? അത് വേണ്ട, അത് ഹദീസല്ല, അത് സ്വീകരിക്കാൻ പറ്റൂല. മുഹമ്മദ് നബി അങ്ങനെ പറയൂല. അത് ജൂതനായ ബുഖാരി കടത്തിക്കൂട്ടിയതാണ്. ചേകന്നൂർ മൗലവി പ്രസംഗിക്കുക. ഇങ്ങനെ ഹദീസുകളെ വലിച്ചു കീറിക്കൊണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേകന്നൂർ മൗലവി രംഗപ്രവേശനം ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞ മൂപ്പരെ കാണില്ല. എങ്ങോട്ടോ പോയി, ആരും തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ചേകന്നൂർ മൗലവി ഈ പിഴച്ച ആദർശങ്ങളുമായി കടന്നു വന്നപ്പോ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റുമുട്ടി. നമുക്കറിയാം, വണ്ടൂര് വെച്ചുകൊണ്ട് മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ ചേകന്നൂർ മൗലവിയുമായി വാദപ്രതിവാദങ്ങൾ നടന്നു. സമൂഹം മനസ്സിലാക്കി ചേകന്നൂർ മൗലവിയുടെ വിദണ്ഡവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി. അങ്ങനെ ചേകന്നൂർ മൗലവിയുടെ കാലശേഷം ഇപ്പോ ഒന്ന് രണ്ട് ആൾക്കാർ അവിടെ ഇടയ്ക്ക് ഉണ്ട്. ആ രൂപത്തിൽ ഇങ്ങനെ അത് ചെറിയ രൂപത്തിൽ നടന്നു പോകുന്നു എന്ന് മാത്രം. ഈ രൂപത്തിൽ ഹദീസ് നിഷേധം, പ്രവാചകന്റെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ പ്രവാചകൻ വിശദീകരിച്ചു തന്ന പ്രമാണങ്ങളെ നിഷേധിച്ചുകൊണ്ടൊരു വരവ് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ രൂപത്തിലോ അതല്ലാത്ത രൂപത്തിലോ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു സ്വാധീനമേറ്റിട്ടുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തിനൊക്കെ യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും മാറ്റിവെച്ചുകൊണ്ട് ജീവിച്ച ഒരു സമൂഹം, ആ സമൂഹത്തിന് വ്യതിയാനത്തിന്റെ മാർഗത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. വഴിപിഴവന്റെ മാർഗം അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ലോകത്ത് നമ്മൾ കണ്ട മുഴുവൻ വഴികേടിന്റെയും അടിസ്ഥാനം, മുഴുവൻ വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ അകറ്റണം എന്ന തീരുമാനത്തിന്മേൽ ജൂതന്മാർ ഒന്നിക്കുകയും അതിനുവേണ്ടിയുള്ള പണികൾ നടത്തുകയും ചെയ്തത്. എന്നാലോ ഈ രൂപത്തിൽ ഹദീസ് നിഷേധിക്കുമ്പോൾ തന്നെ വേറെ ചില ആളുകൾ അതിനെതിരെ അണിനിരന്നു. അവർ പറഞ്ഞു ഹദീസ് നിഷേധിക്കാൻ പറ്റൂല, ഹദീസ് പ്രമാണമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രവാചകന്റെ നിയോഗോദ്ദേശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും, ഉമ്മിയുകളായ അക്ഷരജ്ഞാനമില്ലാത്തൊരു വിഭാഗത്തിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചവനാണ് അല്ലാഹു. ആ പ്രവാചകൻ വന്നുകൊണ്ട് നിർവഹിച്ച ദൗത്യം ഒന്നാമതായി യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുക എന്നതാണ്. വയുസക്കീഹിം, അതുവഴി അവരെ സംസ്കരിക്കുക എന്നതാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അതാ മുഹമ്മദ് നബി നിർവഹിച്ച ദൗത്യം. ഖുർആനും ഹിക്മത്തും, ഖുർആനും സുന്നത്തും പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ സുന്നത്ത് അത് സ്വീകരിക്കണം, ഹദീസ് നമുക്ക് സ്വീകരിക്കണം എന്ന് വാദിച്ചുകൊണ്ട് തന്നെ മറുഭാഗത്ത് കുറച്ച് ആളുകളുണ്ട്. പക്ഷേ അവരറിയാതെ അവരിലേക്ക് ഹദീസ് നിഷേധം കടന്നു വന്നിട്ടുണ്ട്. ഏത് രൂപത്തിലാ? നമുക്കറിയാം, ലോകത്ത് വന്ന മദ്ഹബി പക്ഷവാദികൾ ലോകത്തൊരു ഇമാമും പറഞ്ഞില്ല ഞങ്ങളുടെ ഖൗൽ അന്ധമായി അനുകരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകത്തൊരാളും വാദിച്ചിട്ടില്ല ഞങ്ങൾ മഅസൂമാണ്, തെറ്റുപറ്റാത്ത ആളുകളാണ്, ഞങ്ങൾക്ക് ആർക്കും തെറ്റുപറ്റൂല എന്ന് ലോകത്തൊരാളും മുഹമ്മദ് നബിക്ക് ശേഷം പറഞ്ഞിട്ടില്ല. പറയാൻ അവകാശമില്ല, പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതുമില്ല. എന്നാലോ മദ്ഹബി പക്ഷപാതികൾ വന്നു. അവര് പറഞ്ഞു നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം, ഒന്നുകിൽ ഷാഫി അല്ലെങ്കിൽ ഹനഫി അല്ലെങ്കിൽ ഹംബലി അല്ലെങ്കിൽ മാലിക്കി. ഈ ഷാഫിയെയോ ഹനഫിയെയോ ഹംബലിയെയോ മാലിക്കിയെയോ പിന്തുടരുമ്പോ ഇവര് പറഞ്ഞ വാചകത്തിനെതിരായ ഹദീസ് കണ്ടാലോ ഒന്നുകിൽ ഹദീസിനെ ഇവർക്കൊപ്പിച്ച് ഈ പണ്ഡിതന്മാർക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കണം, അല്ലെങ്കിലോ ആ ഹദീസിനെ തള്ളിക്കളയണം. മദ്ഹബി പക്ഷപാതികൾ കടന്നു വന്നു.
എന്നാൽ ഈ മദ്ഹബി പക്ഷവാദികൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈ 4 ഇമാമുമാരെ സ്വീകരിച്ചോ? ഈ 4 ഇമാമുമാരെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ മറ്റ് 2 ഇമാമുകൾ, ഒന്ന് അബുൽ ഹസൻ അശ്ശരി, 2 അബൂ മൻസൂർ അൽ മാതുരീദി, ഈ രണ്ടാലും തരീഖത്ത് സ്വീകരിക്കണം. ഈ തരീഖത്തിന് വിരുദ്ധമായി ഖുർആനിലോ ഹദീസിലോ ഒരു വിശ്വാസം പറഞ്ഞാലോ അത് സ്വീകരിക്കാൻ പറ്റൂല. അതിനെ ഒന്നുകിൽ ഈ പണ്ഡിമാമുമാർക്ക് അനുസൃതമായി വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ തള്ളിക്കളയണം. ഇങ്ങനെ മദ്ഹബി പക്ഷപാതികൾ ഹദീസ് നിഷേധിച്ചുകൊണ്ടൊരു ഭാഗത്ത്, മറുഭാഗത്തോ നമ്മുടെ മൗദൂദിയൻ ചിന്താഗതിക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനല്ല, ഹദീസല്ല, നേരെ മറിച്ച് ഖുർആനും ഹദീസും നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കാൾ എല്ലാം ഉപരി അതിനെ വളരെ പ്രത്യേകമായ ഒരു രൂപത്തിലേക്ക് അവതരിപ്പിച്ചിട്ട് മൗദൂദി സാഹിബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഖുർആൻ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ വാദിച്ചുകൊണ്ടാണ് മൗദൂദികൾ ലോകത്ത് കടന്നു വന്നത്. നമുക്കറിയാം, ഒരുപാട് രംഗങ്ങളിൽ പ്രവാചകന്റെ ഹദീസുകളെ കോട്ടുമാട്ടി ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ, മൗദൂദികൾ. അവരെ ജീവിതത്തിന്റെ മുഴുമേഖലയും സ്പർശിക്കുന്ന വിശുദ്ധ ഇസ്ലാം, ആ വിശുദ്ധ ഇസ്ലാമിന് വളരെ അധികം വികൃതമായി അവതരിപ്പിക്കുകയും ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ടോപ്പിയായി ഇസ്ലാമിനെ മാറ്റിമറിക്കുകയും ചെയ്തു. ആര്? മൗദൂദിസ്റ്റുകൾ. നമുക്ക് കാണാം ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് തെളിവുകൾ. ഒന്നാമത്തെ വാദം മൗദൂദി സാഹിബ് പറഞ്ഞു, ഒരു രാഷ്ട്രത്തിൽ അവിടെ ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ അവിടെ മുസ്ലിമായി ജീവിക്കാൻ പറ്റൂല. ഇന്ത്യ രാജ്യത്ത് നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റൂല. ഇതിലും വലിയ ഉട്ടോപ്യ എന്താ? ഒരിക്കലും ഇസ്ലാമിൽ അങ്ങനില്ല. ഇസ്ലാം കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസത്തിലാണ് അവിടെ രാഷ്ട്രമില്ലെങ്കിൽ, ഭരണമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റായി ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. ഭരണമുള്ളിടത്ത് മാത്രമേ കമ്മ്യൂണിസം ഉള്ളൂ, ഭരണമില്ലാത്തടത്ത് കമ്മ്യൂണിസം അല്ല. എന്നാൽ ഇസ്ലാം എങ്ങനെയാണോ, ഒരു രാജ്യത്ത് ഒരാൾ മുസ്ലിം അല്ല എന്ന് വിചാരിക്കാം, ഒരൊറ്റ ഒരാൾ മാത്രമേ മുസ്ലിം ആയിട്ടുള്ളൂ, അവന് മുസ്ലിമായി അവിടെ ജീവിച്ചൂടെ? ജീവിക്കാം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചതെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു പുതിയ തത്വശാസ്ത്രം മെനഞ്ഞുണ്ടാക്കി അള്ളാന്റെ ഖുർആനെയും പ്രവാചകന്റെ ഹദീസിനെയും കോട്ടിമാട്ടിക്കൊണ്ടാണ് മൗദൂദികൾ കടന്നു വന്നത്. അതിന് പുറമെയോ അവർക്കെതിരാകുന്ന ഹദീസുകളെ മുഴുവൻ ദുർവ്യാഖ്യാനിച്ചു. അനുദാഹരണം പറഞ്ഞുതരാം. കേരളത്തിൽ നടന്നൊരു കഥ നമുക്കറിയാം. ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന കാരക്കുന്നുള്ള ഒരു ഷെയ്ഖ് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരേതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന്റെ ബാപ്പയും ഉമ്മയിട്ട പേര് വേറെയാണ്, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ രൂപത്തിലുള്ള പേര്, പ്രത്യേകിച്ച് ചേക്കു എന്നൊക്കെ പറയുന്ന ആ പേര് ഒരു ഡയറക്ടർ സ്ഥാനത്തിരിക്കുമ്പോൾ യോജിക്കൂലല്ലോ. അതുകൊണ്ട് അദ്ദേഹം മാറ്റാൻ അവകാശമുണ്ട്. മാറ്റി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്നൊക്കെ ആക്കി. ആ രൂപത്തിൽ അറിയപ്പെടുന്ന ഒരാള് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വിടവാങ്ങൽ ഖുതുബ, ആ ഖുതുബയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ നടത്തിയ ഒരു പ്രഖ്യാപനം, ഹജ്ജത്തുൽ വിദായിലെ ഖുതുബത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞൊരു വാചകം, ഖദ് ഐസ ശൈത്താൻ അയ്യുഅബദ ഫീ ബലദികും ഹാദാ. തീർച്ചയായും പിശാച് നിരാശനാണ് ഈ നാട്ടിൽ, ഈ മക്ക പട്ടണത്തിൽ അവനെ ആരാധിക്കപ്പെടുന്ന കാര്യത്തിൽ. മക്കയിൽ ഒരിക്കലും പിശാചിനെ ആരാധിക്കൂല, പിശാച് ആരാധിക്കപ്പെടുന്ന സന്ദർഭമുണ്ടാകൂല. എന്നാൽ അവന് ചില അനുസരണങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങളിൽ ചില അനുസരണം ഉണ്ടാവും. ഇത് മുഹമ്മദ് നബി പറയാ. പക്ഷെ ഇത് പറഞ്ഞാൽ ജമാഅത്ത് പൊളിഞ്ഞു, ഇത് പറഞ്ഞാൽ മൗദൂദിസം പൊളിഞ്ഞു. കാര്യം എന്താ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണമാണെന്ന് വാദിച്ചുകൊണ്ടാണ് മൗദൂദികൾ കടന്നു വന്നത്. എന്നാൽ മുഹമ്മദ് നബി പറയാണ് മക്കയിൽ പിശാചിന് ആരാധന ഉണ്ടാവൂല, അനുസരണം ഉണ്ടാവും. അപ്പൊ വേർതിരിഞ്ഞു, അനുസരണം വേറെ, ആരാധന വേറെ. അപ്പൊ റസൂലുള്ളാന്റെ ഒരു വാചകം കൊണ്ട് തന്നെ മൗദൂദിസത്തിന്റെ ആണിക്കല്ല് തകരുമെന്ന് കണ്ടപ്പോ പ്രവാചകന്റെ ഈ വാചകത്തെ മാറ്റി അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകൻ ഉദ്ദേശിക്കാത്തൊരു വാചകം പ്രവാചകന്റെ പേരിൽ എഴുതുകയും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പത്രത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രവാചകന്റെ പേരിൽ അത് വെച്ച് കാച്ചുകയും ചെയ്തു. അങ്ങനെ മൗദൂദികൾ പ്രവാചകന്റെ ഹദീസുകളെ നിന്ദിച്ചു. അതിനു പുറമെ അവരുടെ ജീവിതാദർശം മാത്രമല്ല, മറ്റൊരു വാചകം എന്താ? ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു പുസ്തകമായത് പ്രബോധനം, ഹദീസ് പതിപ്പ് 2007 കഴിഞ്ഞ കൊല്ലത്തിൽ ഇറങ്ങിയതാ. ഈ ഹദീസ് പതിപ്പിൽ ഓ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖ് എഴുതിയ ഒരു ലേഖനുണ്ട് ഇതില്. ആ ലേഖനത്തിൽ പറയുന്നത് കാണാം, റിവായത്ത് ബ്രാക്കറ്റിൽ നിവേദക പരമ്പര പോലെ തന്നെ പ്രധാനമാണ് മത്തിനും അഥവാ ഉള്ളടക്കം എന്ന വസ്തുത വിസ്മരിക്കപ്പെട്ടു. ഉദാഹരണത്തിന് കേട്ടോളൂ, ഉദാഹരണത്തിന് മരണത്തിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് അസ്രായീൽ റൂഹിനെ പിടിക്കാൻ സമ്മതം തേടിക്കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം മലക്കിന്റെ കണ്ണ് തല്ലി പൊട്ടിച്ചു എന്ന ഒരു പൊട്ടൻ കഥ
സ്വീകാര്യമായ നിവേദക പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാത്. ആ ഹദീസിനെ കുറിച്ചാണ് ഓ അബ്ദുറഹ്മാൻ പറയുന്നത് പൊട്ടൻ കഥ. അത് പൊട്ടൻ കഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് കഷ്ടമാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം ഓ അബ്ദുറഹ്മാനെ വിളിക്കണം. ഓ അബ്ദുറഹ്മാനെ വിളിക്കണം. ഞാനൊരു ഹദീസ് അങ്ങ് പറയാൻ പോണേ, അത് പറയുമ്പോ നീ പറയണം പൊട്ടൻ കഥയാണോ സ്വീകരിക്കാൻ പറ്റുമോ. അങ്ങനെ അബ്ദുറഹ്മാൻ മുലിയാരോട് ചോദിച്ചിട്ട് വേണം മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും ഹദീസ് പറയാൻ എന്ന് തോന്നിപ്പോയി വാചകം കണ്ടാൽ. അത് പൊട്ടൻ കഥയാണത്രേ. എന്നാൽ ആ വാചകം തന്നെ ശരിയല്ല. അസ്രായീൽ എന്നൊരു വാക്ക് തന്നെ അവിടെ ഇല്ല. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. CN അഹമ്മദ് മൗലവി, ബുഖാരിയിലെ ഹദീസുകളെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്ന CN അഹമ്മദ് മൗലവി, അതുപോലെ തന്നെ ഹദീസുകൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്ന ചേകന്നൂരികൾ, ആ ചേകന്നൂരികൾ മുഴുവൻ, അതുപോലെ തന്നെ മോഡേണിസ്റ്റുകൾ മുഴുവൻ ചോദ്യം ചെയ്തൊരു ഹദീസാണ് ഇപ്പറഞ്ഞ ഹദീസ്. എന്നാൽ എന്താണ് അതിലുള്ളത്? ബുദ്ധിക്ക് നിരക്കാത്തത് എന്തെങ്കിലും അതിലുണ്ടോ? പ്രമാണ വിരുദ്ധമായത് വല്ലതും അതിലുണ്ടോ? ഒരിക്കലില്ല. ഈ പറയുന്ന കേട്ടാ വിചാരിക്കും അസ്രായീൽ എന്ന് പറയുന്ന ഒരു മലക്കുണ്ട്. ആ മലക്ക് മൂസാ നബി അടുക്കലേക്ക് എല്ലാവരുടെയും ആത്മാവിനെ പിടിക്കാൻ പോകുന്നത് പോലെ അങ്ങ് ചെന്നപ്പോ മൂസാ നബി ഇടിവെച്ചു കൊടുത്തു. അങ്ങനെ ആ മലക്കിന്റെ കണ്ണു പൊട്ടിപ്പോയി എന്നിങ്ങനെ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. സത്യത്തില് മലക്കുൽ മൗത്ത്, മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഒരു മനുഷ്യന്റെ രൂപം പ്രാപിച്ചു. എന്നിട്ട് മൂസാ നബിയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, എന്നുവെച്ചാ എന്റെ ആത്മാവ് പിടിക്കാൻ വന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാള് നിങ്ങളുടെ വീട്ടിൽ കിടക്കാന്ന് വിചാരിക്ക, ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറയാ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നാണ്, എന്റെ ആത്മാവ് പിടിക്കാൻ വന്നാൽ കൊല്ലാൻ വന്നാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? നിങ്ങള് പിടിച്ചോ എന്ന് പറയോ? ഇല്ലല്ലോ. പിന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കും, വേണ്ടി വന്നാ കൈവരിച്ചെന്ന് കൊടുക്കും, അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കല് മലക്കുൽ മൗത്ത് മനുഷ്യരൂപം പ്രാപിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ മൂസാ നബി ഒരൊറ്റ വീക്ക് വെച്ചു കൊടുത്തു. വീക്ക് കൊടുത്തപ്പോ മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്കിന്റെ കണ്ണു പൊട്ടി. മനുഷ്യരൂപത്തിൽ വന്ന എന്തേ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരൂലേ? മനുഷ്യരൂപത്തിൽ മലക്ക് വരൂലേ? വരുന്നു ഖുർആൻ പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ അടുക്കൽ മനുഷ്യരൂപത്തിൽ മലക്ക് വന്നു. ലൂത്ത് നബിയുടെ അടുക്കൽ മനുഷ്യരൂപത്തിൽ മലക്ക് വന്നു. ഖുർആൻ പറഞ്ഞതാണ്. എന്തേ ഈ ഹദീസിൽ ഖുർആൻ വിരുദ്ധമായിട്ടുള്ളത്? പിന്നെ മൂസാ നബി ഇടിച്ചപ്പോ കണ്ണുപൊട്ടിയെന്നാ. എന്നാ മൂസാ നബി ഇടിച്ചാ കണ്ണുപൊട്ടുക വേണ്ടത്? അല്ലല്ലോ. ഖുർആൻ എന്താ പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാള് അയാൾ ഇങ്ങനെ തല്ലുകൊള്ളുന്നു. തന്റെ എതിർഗോത്രത്തിൽപ്പെട്ട ആള് പ്രഹരിക്കുകയാണ്. ആ സമയത്ത് ഖുർആനാ പറയുന്നത്, മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആള് മൂസാ നബിയോട് സഹായം തേടി, മൂസാ ഞാൻ തല്ലുകൊള്ളുകയാണ്, എന്നെ ഇവൻ ആക്രമിക്കുകയാണ്, എന്നെ സഹായിക്കണമെന്ന് മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആള് മൂസാ നബിയോട് സഹായം തേടിയപ്പോ മൂസാ നബി നേരെ അങ്ങോട്ട് ചെന്നു. മൂസാ, ഖുർആൻ പറഞ്ഞു, ഒരൊറ്റ വക്സങ് കൊടുത്തു എന്നാണ്. മൂസാ നബി ഒന്ന് വക്സി എന്നാ ഖുർആൻ പറഞ്ഞു. മൂസാ നബി ഒന്ന് വക്സി എന്ന് പറഞ്ഞാൽ കൊടുത്തു ഒരടി. അന്ന് മൂസാ നബിയായിട്ടില്ല, മൂസാ നബി പ്രവാചകനായിട്ടില്ല, നുബുവത്ത് കിട്ടിയിട്ടില്ല. മൂസാ നബി ഒരൊറ്റ ഇടിവെച്ച് കൊടുത്തപ്പോ മറ്റാള് ഹറ മയ്യിത്ത, നിലത്ത് വീണ് മരിച്ചുപോയി, ചത്തുപോയി എന്നാ പറഞ്ഞത്. ഒറ്റ ഇടിക്ക് ചത്തുപോയി, ഒരാള് ചത്തുപോയി. ഇത് ഹദീസിലുള്ള പൊട്ടൻ കഥയല്ല, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ കഥയാണ്. മൂസാ നബി ഇടിയെന്ന് വെച്ചാൽ അത് 1.5 ഇടിയാന്നാ പറഞ്ഞു ഖുർആൻ. 1.5 ഇടിയാ, ചെറിയ ഇടിയൊന്നല്ല. അത് ഖുർആൻ പറയുമ്പോ ആ ശക്തിമാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് പൊട്ടിച്ചപ്പോ മനുഷ്യരൂപത്തിൽ വന്ന മലക്കിന്റെ കണ്ണ് പൊട്ടിയത് പൊട്ടൻ കഥയാണ്. മനുഷ്യരൂപത്തിൽ വന്ന മലക്കിന്റെ കണ്ണ് പൊട്ടി എന്ന് പറഞ്ഞത് പൊട്ടൻ കഥയാണ് എന്ന് ആര്? ഓ അബ്ദുറഹ്മാൻ. എവിടെ? പ്രബോധനത്തിൽ എഴുതുക. അതിന് ചുവട്ടിൽ വേറെ ഉണ്ട്, സിഹർ സ്വീകരിക്കാൻ പറ്റും, അതൊക്കെ വേറെ വിഷയം, പിന്നീട് വന്നോണ്ട് ഞാൻ ഇപ്പൊ പറയണില്ല. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി ഹദീസുകളെ സ്വീകരിച്ചുകൊണ്ടാണ് സത്യമാർഗത്തെ അവർ വ്യതിചലിച്ചു പോയത്. അതുകൊണ്ടാണ് കേരള നദുത്തുൽ മുജാഹിദീനെ പോലുള്ള ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുമ്പോ അതിൽ നിന്ന് വേർപെട്ടു പോയിട്ട് വേറൊരു സംഘടന ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന പ്രമാണം സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധ്യമല്ല. അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസും പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നിലകൊള്ളാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉള്ളപ്പോ തന്നെ പോയിട്ട് വേറെ സംഘടന ഉണ്ടാക്കി മാറിയത്.
ഖുർആനും സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് സമസ്ത എന്നൊരു സംഘടന ഉണ്ടാക്കി വേറൊരു വിഭാഗത്തിന് വേറെ പോകേണ്ടി വന്നത്. ഇവരൊക്കെ ഉള്ളപ്പോ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. അന്ന് ഇവരൊക്കെ ഇല്ലാത്ത സമയത്ത്, അഥവാ സമസ്ത രൂപീകരിച്ചിട്ടില്ലാത്തപ്പോഴും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വാചകം കേൾക്കാത്ത സമയത്തൊക്കെ ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ട്. പക്ഷെ ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഉള്ളപ്പോ തന്നെയാണ് സമസ്ത ഉണ്ടായത്, അല്ലേ? എന്താ അവർക്ക് പോകേണ്ടത്? ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ചിട്ട് പിന്നെ ജീവിക്കാൻ പറ്റൂല, ഇവരോടൊപ്പം നിൽക്കാൻ പറ്റൂല. അവർ വേറെ സംഘടന ഉണ്ടാക്കി, ജമാഅത്തെ ഇസ്ലാമി വേറെ സംഘടന ഉണ്ടാക്കി. തെളിവുകൾ പ്രമാണങ്ങൾ പരിപൂർണമായി സ്വീകരിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് ഇവിടെ എല്ലാം സംഭവിച്ചത്. എങ്കിലോ അതേ ഒരു അവസ്ഥ പിൽക്കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വീണ്ടും സംഭവിക്കുകയാണ്, അല്ലേ? അതാണ് പിൽക്കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്, ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ മൈക്ക് കെട്ടി ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. അവരും പറയാ, എന്ത്, നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്താ? ഹദീസ്, ആ ഹദീസുകൾ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റുമോ? ഇതാ ഒരു ചോദ്യം. വലിയ വലിയ ഫാറൂഖിമാരും വലിയ വലിയ ഡിഗ്രി ഉള്ളവരും ആ ഡിഗ്രിയൊക്കെ ഉണ്ട് എന്ന് വാദിക്കുന്നവരും ഒക്കെ അണിനിരന്നിട്ട് പറയാ ഹദീസ് പ്രമാണം, ആ ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെ സ്വീകരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാ നമുക്ക് സഹിക്കാൻ കഴിയാ? അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് അവർക്ക് പറയാനുള്ള ആ രൂപത്തിലുള്ള വ്യതിയാനങ്ങൾ പറയാൻ വേണ്ടി മറ്റൊരു സംഘടന, ആ സംഘടന ഉണ്ടാക്കി അവർ വേറെ പോയി. NMK എന്ന് പറഞ്ഞാൽ നദുത്തുൽ മുജാഹിദീൻ കേരള. അതിന് ഈ പേര് വേണമല്ലോ, സംഗതി ഡ്യൂപ്ലിക്കേറ്റാ. ചെലവാകണമെങ്കിലോ ഒറിജിനൽ, അതിന്റെ നാമം ഒറിജിനൽ ആയിരിക്കണമല്ലോ. ബ്രൂട്ട് അത് ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റിന് ബ്രൂട്ട് എന്നല്ലാതെ വേറൊരു പേരിടൂല. അതിന് ബ്രൂട്ട് എന്ന് പറഞ്ഞാലേ ചെലവാകൂ, അല്ലേ? ഏതൊരു കമ്പനിയും ആ കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുമ്പോ ഒറിജിനലിന്റെ പേര് വേണം. അപ്പോ പേര് നമുക്ക് വേണം. അതുകൊണ്ട് അഖിലേന്ത്യ ഉണ്ടാക്കിയാലും നമ്മൾ പറയും കേരള നദുത്തുൽ മുജാഹിദീൻ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്താ പറയൂ. അഖിലേന്ത്യ ഉണ്ടാക്കിയാലും കാര്യം ആ പേര് നമുക്ക് വേണം. കാര്യം ഇത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെലവാകണം, ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെലവാകണം. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി മാറിപ്പോയത് എന്തുകൊണ്ടാ? പ്രമാണങ്ങളെ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള വാദഗതികൾ സ്വതന്ത്രമായി അവർക്ക് അവതരിപ്പിക്കണം. അതിനുവേണ്ടി വിമ്മിട്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കുറെ കാലം മുജാഹിദിനോടൊപ്പം നിന്നു. അതെന്താ? പോകുമ്പോ ആളെ കിട്ടണല്ലോ. അതുകൊണ്ട് അത് അടിയൊഴുക്കുകൾ നടത്തുക, ചാരപ്പണി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രയോഗം നിങ്ങൾ അതിനനുസരിച്ച് കൊണ്ട് പ്രയോഗിച്ചോളൂ. ഒരു 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 രഹസ്യ പ്രവർത്തനം, ഒരു വീശി, ഒരു വാളണ്ടിയർ കോർ എന്നൊക്കെ പറയാം. അങ്ങനെ അകത്ത് നിന്നിട്ടൊരു പ്രവർത്തനം. എന്നിട്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ആ സംഘടനയുടെ ഒരു വിഭാഗത്തെ കൊണ്ടുപോയിട്ട് സ്വതന്ത്രമായിട്ട് രജിസ്റ്റർ ചെയ്യുക, ഒളിച്ചും പാത്തും. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ആരും അറിയാതെ ഇങ്ങനെ മാറിയിക്കുക. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു കുടുംബത്തിൽ 10 പേരുണ്ട്. ബാപ്പയുടെ പേരിലുള്ള കുറച്ച് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. 9 മക്കൾ അറിഞ്ഞിട്ടില്ല. അയാള് ബാപ്പ അറിയാതെ, മക്കളറിയാതെ ഗൂഢപ്രവർത്തനം നടത്തി. അങ്ങനെ ആ സ്ഥലം അയാളുടെ പേരിലാക്കി. ആ ഒരു 10 മക്കളിൽ ഒരു മോൻ. പിന്നെ അയാളുടെ പണി എന്തായിരിക്കും? അതെങ്ങനെങ്കിലും തന്റേതാണെന്ന് പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് തനിക്ക് അനുകൂലമായ വളം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കി വരിക. അങ്ങനെ പ്രവർത്തിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറെ കാലം. അവസാനം അത് അധികകാലം അകത്തേക്കാൻ പറ്റില്ല. കേട് വന്നാൽ എങ്ങനെ വന്നാലും അത് പുറത്തിയാടും. അങ്ങനെ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ വേറൊരു സംഘടന ഉണ്ടാക്കി. ഇസ്ലാഹി പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളിൽ നിന്ന് പരിപൂർണമായും മാറി ഒരു പുതിയ ചിന്താധാര തന്നെ കെട്ടിപ്പടുത്തുകൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കൃത്യമായി കണ്ടൊരു കാഴ്ചയാണ് നമ്മൾ. അങ്ങനെ മാറി നിന്നുകൊണ്ട് അവരുടെ വാദഗതികൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നു എന്ന് മാത്രമല്ല, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പോലും ചില മുല്ലാക്കമാർ റോഡിൽ നിന്നുകൊണ്ട് പരസ്യമായി അവഹേളിക്കുന്ന അവസ്ഥയുണ്ടായി, ഇല്ലേ? പ്രവാചകന്റെ ഹദീസുകളെ അപമതിക്കുക, പുച്ഛിക്കുക. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ എന്നാണ് വെപ്പ്, മുജാഹിദുകൾക്കെതിരെ വെപ്പ്. എന്നിട്ട് ആ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവമതിക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കല്ലേ? എത്രത്തോളം അതിന്റെ ഭാഗമായിട്ടാണ്? എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. ആളുകൾക്കിടയിൽ ഇറങ്ങി നിന്നിട്ട് എന്താ നിങ്ങളുടെ ആദർശം എന്ന് ചോദിച്ചാല് ഞങ്ങൾ ഹദീസിനെ നിഷേധിക്കില്ല എന്ന് പറയൂലല്ലോ.
പ്രമാണങ്ങളെ തള്ളിക്കളയാന്ന് പറയല്. അതുകൊണ്ട് ഒരു ജിന്നിന്റെ ആൾക്കാരാണ്. അപ്പൊ ജിന്നില്ലേ സാഹിബ്? ജിന്നുണ്ട്. ജിന്നെന്ന് പറഞ്ഞാല് പിന്നെ നമുക്കറിയാം ഖുർആൻ അത് ഒരു തരം ജിന്നാണ്. എന്ത് തരം ജിന്ന്? ആ ജിന്നെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ ഒരു ജിന്നെന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാവും, വേറെപ്പോ വൈറസ്, വേറെപ്പോഴോ ഫംഗസ്, വേറെപ്പോഴോ ബാക്ടീരിയ, വേറെപ്പോഴോ ചീരാപ്പ്. അള്ളാ, ഇതെന്ത് ജിന്ന്? അങ്ങനെ ഒരുപാട് ജിന്നുണ്ട്. ജിന്ന് എന്ന് പറഞ്ഞ പ്രയോഗം നമുക്കറിയാം. CN അഹമ്മദ് മൗലവി അദ്ദേഹം കടന്നു വന്നു. ഖാദിയാനികൾ കടന്നു വന്നു. ഖാദിയാനികൾ ഇപ്പൊ വരുമ്പോ ഒരാൾ അവിടെ നിന്നിട്ട് പ്രസംഗിക്കണം. ആ ഖാദിയാനികൾ കടന്നു വന്നു. ആ ഖാദിയാനികൾ ഈ അടുത്ത സമയത്ത് സത്യദൂതിൽ വരെ എഴുതി, എന്ത് ജിന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന ജിന്നല്ല, നേരെ മറിച്ച് കാട്ടാളനാണ്. ജിന്ന് കാട്ടാളൻ, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ഇതൊക്കെയാണ് ഖാദിയാനി. പിന്നെ ആ വാദം അവതരിപ്പിച്ചുകൊണ്ട് നടന്ന ആൾ CN അഹമ്മദ് മൗലവിയാണ്. മൂന്നാമത് അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതോ മുജാഹിദ് പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം അതിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട് പ്രമാണങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മടവൂരി സുഹൃത്തുക്കളാണ്. അവസാനം എത്രത്തോളം പറഞ്ഞു? വൈറസ് ആണ്, ഫംഗസ് ആണ്. ഞാനിത് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയാൽ നാളെ വന്നിട്ട് ചില ആളുകൾ പറയും, മൗലവി അയാൾ ഇവിടെ പ്രസംഗിച്ചത് വെറും പച്ചക്കള്ളം. ലോകത്ത് അങ്ങനെ ആര് പറയൂ? ജിന്നെന്ന് പറഞ്ഞ ഫംഗസ് ആണ്, വൈറസ് ആണ് ആരെങ്കിലും പറയും? അങ്ങനെ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. നാളെ അങ്ങനെ ഒരു ചില മുസ്ലിയാക്കന്മാര് പണ്ട് സമസ്തയിലായിരുന്നു കുറെ കാലം. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ, ഞങ്ങളൊക്കെ കുറെ കാലം സമസ്തയിലായിരുന്നു. അതുപോലെ സമസ്തയിൽ കുറെ കാലം മൂപ്പര് ഞങ്ങളൊക്കെ സമസ്തയിൽ നിൽക്കുമ്പോ നമ്മൾക്ക് വളരെ ചെറുപ്പമാണ്, അതുകൊണ്ട് ഓതാനൊക്കെ പഠിക്കാനൊക്കെ നടക്കുന്ന കാലമാണ്. പക്ഷെ മൂപ്പരെന്നും പാട്ടും പാടി നടന്ന ഒരാളാണ്. അങ്ങനെ അന്നും പാട്ടും പാടി ഇന്നും പാട്ടും പാടി നടക്കുന്ന ഒരു മുസ്ലിയാര്, ആ മുസ്ലിയാര്, അദ്ദേഹത്തിന്റെ പേരിലെത്തിയ മുസ്ലിയാർ, അദ്ദേഹം ചിലപ്പോ ഇനി ഇവിടെ വന്നാൽ അയാൾ പറയും, ഏയ് അങ്ങനെ ലോകത്തോരും പറഞ്ഞിട്ടില്ല. കേട്ടോളൂ നിങ്ങൾ, ഇപ്പൊ തന്നെ അത് ഞാൻ പറയിപ്പിച്ചേക്കാം.